ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപയും സി എസും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ രൂപ പറയുകയാണ്, നമുക്ക് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാം ചന്ദ്രേട്ടാ, നമുക്ക് നമ്മുടെ മകനെ രക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രൂപ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ പൈസ കൊടുത്തിട്ട് കേസ് അന്വേഷിക്കുന്ന ഒരാളല്ല ഇപ്പോഴത്തെ CI. അതുകൊണ്ട് അയാളുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വില പോകില്ല രൂപേ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ചെയ്താനായിരുന്നു. പക്ഷേ അയാൾ കേസ് അതെ പിന്നോട്ട് നോക്കുന്ന ഒരു പ്രശ്നവുമില്ല, മുന്നോട്ട് തന്നെ പോകുന്ന അയാൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മോൻ്റെ ഗതി എന്താവുമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ നവീൻ വക്കീലാണെങ്കിൽ വാദിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജാമ്യം കിട്ടുമെന്നൊക്കെയാണ് നവീൻ വക്കീൽ വാക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ CS ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് ഇവിടെ രൂപയ്ക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിക്കുക. അപ്പോഴേക്കും ശാരി പറയണം, അതെ ഈ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ സരയുൻ്റെ അച്ഛൻ ആ രാഹുൽ മരിച്ചല്ലോ, അയാളെക്കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചില ചടങ്ങുകളൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചടങ്ങുകളൊക്കെ നടത്തിയില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആത്മാവ് ബാക്കിയുള്ളവരെല്ലാം ഉപദ്രവിക്കുമെന്നാ പറഞ്ഞ് കേട്ടത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രൂപക്ക് കാലി വരികയാണ്. എന്താടി നിനക്ക് ഇപ്പോൾ ആ ചടങ്ങുകളെല്ലാം നടത്തണോ നിനക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും, എൻ്റെ പൊന്നു രൂപേ, എനിക്ക് നടത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടൊന്നും അല്ല, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ആത്മാവിന് ശാന്തി കിട്ടിയില്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നമ്മളെല്ലാം ഉപദ്രവിച്ചാലോ ഇനി അയാൾ പകയെല്ലാം പോറ്റാലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് CS ആണെങ്കിൽ അങ്ങനെ ഒരു പേടി വേണ്ട, ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് മാത്രം പേടിച്ചാൽ മതി, അല്ലാതെ മരിച്ച ആളെക്കുറിച്ച് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ അവിടെ CS പറയാണ്. അപ്പോഴേക്കും രൂപയ്ക്ക് കാലി വന്നിട്ട്, അല്ലെങ്കിൽ ഇവൾക്ക് അങ്ങോട്ട് തന്നെയാണ് കൂറ്. ഈ കുടുംബത്തോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ കൂറ് വെച്ചിരിക്കുകയാണ്. അയ്യോ രൂപ, അതല്ല, രൂപയുടെ ആങ്ങളെയാണല്ലോ അയാൾ, അതുകൊണ്ടും കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. എനിക്ക് അയാളെ ഞാൻ ആങ്ങളായിട്ട് കണക്കൂട്ടിയിട്ടില്ല. പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ പൊന്നു രൂപയെ, ഇനി ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ രൂപ വീണ്ടും ചോദിക്കുകയാണ്, കിരണിൻ്റെ കാര്യം എന്തായി എൻ്റെ ചന്ദ്രേട്ട? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എനിക്കിപ്പോൾ അത് ആലോചിച്ചിട്ടാണ് തലയ്ക്ക് വല്ലാത്തൊരവസ്ഥയായിട്ട് ഞാൻ നിങ്ങൾ നിൽക്കുകയാണ് ചന്ദ്രേട്ട. അതുകൊണ്ട് അതിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നമുക്ക് അതിനെന്തെങ്കിലും വഴി ഒപ്പിക്കാന്നേ, ഏതായാലും കേസ് കോടതിയിൽ എത്തുമല്ലോ, ആ സമയത്ത് അവിടെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നവീൻ വക്കീൽ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് രൂപ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിനക്ക് ഇനി അസുഖങ്ങളൊന്നും വരുത്താൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്, നവീൻ വക്കീലും ഉണ്ട്. അപ്പം നവീൻ വക്കീൽ പ്രകാശനോടും അതേപോലെ തന്നെ ലക്ഷ്മിയോടൊക്കെ സംസാരിക്കുകയാണ്. അപ്പം വക്കീൽ പറയാണ്, ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ സംശയമാണ്, ഇത് ജാമ്യം കിട്ടാത്ത കേസ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് കാർത്തിക ചായയായിട്ട് വരുന്നത്. അപ്പോൾ ഇവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. ചേട്ടത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ നിന്ന് തന്നെ വേണം നമുക്ക് മുൻകൂട്ടി എടുക്കാനായിട്ട്. പക്ഷേ ഈ SIയുടെ അടുത്ത് പോയിട്ട് യാതൊരു പ്രയോജനമില്ല, അയാൾ വിട്ടുവീഴ്ചക്ക് ഒന്നിനും തയ്യാറല്ല. കിരൺ അതേപോലെയുള്ള കൃത്യമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേലു കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അവിടെ വേലു പ്രതിയല്ല, വേലു അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കിരൺ ഇപ്പോൾ അവർ കൂടുതൽ ചോദ്യം ചെയ്യാതെ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് പ്രകാശന് ആകെ ടെൻഷൻ തോന്നി. അപ്പോൾ പ്രകാശൻ പറയാണ്, എൻ്റെ നവീൻ വക്കീലെ എങ്ങനെയെങ്കിലും എൻ്റെ മരുമോനെ രക്ഷിച്ചെടുക്കണം, അവൻ ജയിലിൽ കിടക്കേണ്ടവനല്ല എന്ന് പറയുകയാണ്. അത് മനസ്സിലായല്ലോ, ഞാൻ കിരണിനെയും ബാക്കിയുള്ളവരെല്ലാവരെയും കാണാനായിട്ട് ലോക്കപ്പിലേക്ക് പോയായിരുന്നു. ആ സമയത്ത് കിരണനോട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു, ഈ കുഴിച്ചിട്ട സ്ഥലവും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയണം, അത് പിന്നെ ഗംഗാപ്രസാദിൻ്റെ ആ ജഡം കുഴിച്ചിട്ടിരിക്കുന്നത് കിരണിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയാണെന്നും പറയണം. അതല്ലേ പ്രശ്നം, അതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. കാരണം ഈ കല്യാണ പെണ്ണിനെ കൊല്ലാനായിട്ട് ഓഡിറ്റോറിയത്തിൽ വന്നു, ആ സമയത്ത് കിരൺ അയാളെ തല്ലി തകർത്തു, അപ്പോൾ പെട്ടെന്നൊരു മരണം സംഭവിച്ചു എന്നൊക്കെ നമുക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ കിരണിൻ്റെ മേളിൽ ഒരു കേസ് എടുക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. കിരൺ വലിയൊരു തെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ആ തെറ്റിനെ പോലീസുകാർ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പോകുന്നില്ല. അവർ ഏത് കൊടിലെ ക്രിമിനലാണെങ്കിൽ പോലും അത് ചെയ്യേണ്ട ഉത്തരവാദിത്തമൊക്കെ പോലീസിനാണ് ഉള്ളത്. അല്ലാതെ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും അവരെ കൊല്ലാനുള്ള ഒരു റൈറ്റ്സും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുകയാണ്. ഇനിയിപ്പോൾ കോടതിയിൽ എത്തിക്കഴിയുന്നിടത്ത് കിരണിന് ജാമ്യം കിട്ടാൻ തന്നെ സാധ്യതയുണ്ട്. കോടതി എത്തിക്കഴിയുമ്പോൾ ഈ കേസെല്ലാം ഇങ്ങനെ മാറിയും തലകുത്തനെ അങ്ങോട്ട് മറിയും. അപ്പോഴേക്കും ജഡ്ജിക്ക് ചില കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞവൻ ഭയങ്കര ക്രിമിനലാണെന്നും അതിനുശേഷം അവൻ മരിക്കേണ്ടതാണെന്നും അവൻ പിടികിട്ട പുള്ളിയായിട്ട് നടന്നതാണെന്നൊക്കെ ഈ കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ പോലും തോന്നും ഇപ്പം ഇവരെ 3 പേരെയും വെറുതെ വിടണമെന്ന്. അങ്ങനെയായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇനി കേസ് വാദിക്കാൻ വരുന്ന മറ്റേ വക്കീൽ ആരാണെന്ന് പോലും നമുക്കറിയാൻ പാടാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്തായിരിക്കും കോടതിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്? പക്ഷേ ജഡം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കും. ഞാൻ കിരണിനോടും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ എന്താണ് പറയേണ്ടതെന്ന്. യാതൊരു കാരണവശാലും നിങ്ങൾ കുറ്റം സമ്മതിക്കരുത് എന്നൊക്കെയാണ് ഞാൻ കിരണിനോടും വേലുവിനോടും രതീഷിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതേപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം എന്നൊക്കെ നവീൻ വക്കീൽ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രകാശനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയിട്ട് എൻ്റെ പൊന്നു സാറേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ മാത്രം മതി, അവരൊന്നും ജയിലിൽ കിടക്കേണ്ടവരല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം, അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നവീൻ വക്കീൽ പോവുക. അപ്പോൾ നവീൻ വക്കീൽ പോയി കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയും അതേപോലെ തന്നെ ലക്ഷ്മി കൂടി സംസാരിക്കുകയാണ്. എന്തായാലും കിരൺ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, കല്യാണിയോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവൾക്ക് അറിയാം കിരൺ ഒരിക്കലും തന്നെ കാണാൻ വരാതിരിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, കിരൺ എന്തിനുകൊണ്ട് കാണാൻ വരുന്നില്ല എന്നൊക്കെ കല്യാണിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളെല്ലാം ഉണ്ടാവും. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും പ്രകാശനമാണെങ്കിലും എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും കിരണും ബാക്കിയുള്ളവരെല്ലാവരും പുറത്തു വരണമേ, അവർക്കൊന്നും സംഭവിക്കാതെ അവർക്ക് ജാമ്യം കിട്ടണേ എന്നൊക്കെ പ്രകാശൻ മനസ്സുരുകി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണിയെ കാണിക്കുകയാണ്. അപ്പോൾ കല്യാണിയാണെങ്കിൽ കല്യാണി റൂമിലേക്ക് മാറ്റി. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ ബൈജുവിനും ബാക്കിയുള്ളവരെല്ലാവർക്കും സമാധാനമാവുകയാണ്. അപ്പോൾ അങ്ങനെ സമാധാനമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ കാദംബരി ചേച്ചി, എനിക്ക് വീട്ടിലേക്ക് പോയാൽ മാത്രം മതി. അത് ശരി, കൂടുതൽ ദേഹം അനങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കല്യാണി ശരീരം ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. വീട്ടിൽ പോകുന്ന കാര്യം ഇപ്പം ഏതായാലും ചിന്തിക്കണ്ട. ഇപ്പോൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? വീട്ടിൽ പോയിട്ട് ഇനി അവിടെ എണീറ്റ് നടന്ന് അതും ഇതൊക്കെ ചെയ്തിട്ട് ഇനി ബ്ലീഡിങ് ആവാൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ പ്രകാശൻ പറയുകയാണ്. പ്രകാശനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ ദേ പ്രകാശേട്ടൻ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അച്ഛൻ വന്നല്ലേ അച്ഛാ കിരണേട്ടൻ എവിടെ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ മോളെ കിരൺ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരിക്കും. ഇതൊക്കെ കേട്ട മീറ്റിങ്ങിനോ? എന്ത് മീറ്റിങ്? അപ്പോൾ കാദംബരിയാണെങ്കിൽ അത് പിന്നെ അതെ കിരൺ സാറ് വിളിച്ചായിരുന്നു. കിരൺ സാറ് മാത്രമല്ല രതീഷേട്ടനും വിളിച്ചായിരുന്നു. അപ്പോൾ രതീഷേട്ടനും പറഞ്ഞത് വലിയൊരു ഡീലാണ്, കോടികളുടെ ഡീലാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി വരാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. കല്യാണി ഇപ്പം എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത്? കിരൺ തിരക്കായതുകൊണ്ടല്ലേ നിന്നെ കാണാൻ വരാത്തത്, അല്ലെങ്കിൽ നിന്നെ എപ്പോഴെപ്പോഴും കാണാനായിട്ട് വരില്ലേ കല്യാണി? നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവല്ലേ കല്യാണി? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കെന്ത് കുഴപ്പം മോളെ, നിനക്കൊരാപത്തും വരാതിരുന്നാൽ മാത്രം മതി, അതാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ വേറൊന്നും അല്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ് അച്ഛാ. എന്നാലും അച്ഛൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ബഗാസുരൻ ചത്തല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവനെ കൊന്നതാ കാട്ടുമൃഗങ്ങൾ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബൈജു ആണെങ്കിൽ എന്നാൽ ആ സമയത്ത് ഞാനൊന്നും അവിടെ ഇല്ലാതെ ആയി പോയാൽ ആ ഒരു രംഗം കാണാനായിട്ട് വേലുവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേലു പറഞ്ഞത് വന്യമൃഗങ്ങളും നരികളും ഒക്കെ കാടിച്ച് പറിച്ച് അവനെ കീറിയെന്നൊക്കെയാണ് പറയുന്നത്. ആ മാംസകഷങ്ങൾ മുഴുവനും മൃഗങ്ങൾ തിന്നൊടുക്കിയെന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്.
അപ്പോഴേക്കും പ്രകാശനാണെങ്കിൽ അതേ മോളെ അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടി. ഒരു മൃഗത്തെ മറ്റുള്ള മൃഗങ്ങളെല്ലാം കടിച്ച് കീറിക്കൊന്നു. അവന് ശരിക്കും ഒരു കൊടിയ ആ ഒരു ഇത് തന്നെയാണ്, ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത്രയുള്ള ദ്രോഹങ്ങളാണല്ലോ അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അവന് ഇതിനേക്കാളും വലിയൊരു ശിക്ഷ ഇനി കിട്ടാനില്ല. ഇനി അവനെക്കുറിച്ചുള്ള ചിന്തയെ തീർന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രകാശനും ഇങ്ങനെ സംസാരിക്കണം. അവൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും എൻ്റെ കല്യാണി മോളെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം, ഞാൻ താലോലിച്ച് വളർത്തിയൊരു മകനുണ്ടല്ലോ, എൻ്റെ സ്വന്തം മകൻ, അവനാണെന്ന് പോലും ഞാൻ ചിന്തിക്കില്ല, കൊന്നൊടുക്ക് ഞാൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് ഭയങ്കര ടെൻഷൻ തോന്നി. എന്തുകൊണ്ടാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് കല്യാണി അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ജയിലിൽ കാണിക്കുക. അപ്പോൾ വിക്രമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില്ല. കാരണം കല്യാണിയെ കുത്തി, കല്യാണി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നൊക്കെയാണല്ലോ കേട്ടത്. അപ്പോൾ ബഗാസുരനും മരിച്ചു, ഏതായാലും ഗംഗാപ്രസാദൊക്കെ മരിച്ചു. അപ്പോൾ നമ്മുടെ ഈ വേറൊരാളെ വന്നിങ്ങനെ പറയണം, എടാ എന്നാലും നിൻ്റെ അളിയനല്ലേ ജയിലിൽ കിടക്കുന്നത്, നിനക്ക് ഒരു സങ്കടവും എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സങ്കടം എനിക്കോ, അയാളും കൂടി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നോട് എത്രമാത്രം ദ്രോഹമൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? ഇതൊന്നും എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരു സങ്കടമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ മനോഹറാണെങ്കിൽ, എടാ നിൻ്റെ മനസ്സൊക്കെ എന്നാ മനസ്സാടാ, നീയൊക്കെ എല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടി നടക്കുക. എന്താടാ മനോഹരൻ, നിനക്ക് എന്താ സങ്കടം ഉണ്ടല്ലോ? അതേടാ എനിക്ക് സങ്കടമുണ്ട്. കാരണം അവരെനിക്ക് ഒരുപാട് സഹായങ്ങളെല്ലാം ചെയ്തവരാണ്. അവരെന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേടാ. നീ തമിഴ്നാട്ടിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പെണ്ണ് പിടിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടാവുമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മുങ്ങുന്ന ആളല്ലേടാ നീ എന്നിങ്ങനെ. എന്നിട്ട് അവൻ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എടാ നീ പറഞ്ഞ സത്യം തന്നെയാണ്, പക്ഷേ അങ്ങനെ ഞാനാകാനുള്ള കാരണം ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എടാ ഞാനേ ആരുമില്ലാതെയാടാ വളർന്നത്. എന്നെ ആരും ഒന്ന് കൊഞ്ചിക്കാനോ എനിക്ക് നല്ല ഉപദേശങ്ങൾ തരാനോ ഒന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്കങ്ങനെ ആയിരുന്നില്ലല്ലോ. നിൻ്റെ അച്ഛൻ, മുത്തശ്ശി, നിൻ്റെ അമ്മ, പെങ്ങൾമാർ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും നീ ഇങ്ങനെ ഒരു വികൃത രൂപക്കാരനായി പോയല്ലോടാ എന്നൊക്കെ പറയാണ്. എടാ കൂടുതൽ എൻ്റെ മുന്നിൽ ഡയലോഗ് അടിക്കില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തീർക്കുന്ന ആ കല്യാണിയെ തന്നെയായിരിക്കോടാ. എനിക്ക് അവളെ കാണുന്നതിന് നേരെ കണ്ടൂടാ. അവളിപ്പോൾ രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുവേ എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എനിക്കും പരോള് കിട്ടുമല്ലോ. ആ സമയത്ത് അവളെ ആയിരിക്കും ഞാൻ തീർക്കാൻ പോകുന്നത് എന്ന് പറയണം. അതൊക്കെ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതിയടാ. അതിനൊക്കെ കിരൺ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ. നിനക്ക് കിരണിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാമല്ലോ. നീയൊക്കെ കിരണിൻ്റെ മുന്നിൽ ഒരു പുഴു തന്നെയാണ് എന്നൊക്കെ വിക്രമിനോട് പറയണം. ഇനി ഇവിടെ തർക്കിച്ചു നിർത്തുന്ന കാര്യമില്ല, നീ നിന്റെ പാട് നോക്കിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ ആ ഒരു കാര്യം സംസാരിക്കാം. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലോക്കപ്പിൽ കിടന്നിട്ട് കിരണും വേലുവും രതീഷും കൂടി സംസാരിക്കും. അപ്പോൾ വേലു പറയാണ്, സാറേ നമുക്ക് ജാമ്യം കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ജാമ്യം കിട്ടാനുള്ള ചാൻസേ ഇല്ല എൻ്റെ വേലുവേ. നീ പിന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണല്ലോ, നിനക്ക് ഉറപ്പായിട്ടും ജാമ്യം കിട്ടില്ല എന്ന് പറയാണ്. എൻ്റെ പൊന്നു സാറേ, എനിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ജാമ്യം കിട്ടുമോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇല്ലടാ, നീയാണ് തലക്കെട്ടടിച്ച് ഗംഗാപ്രസാദിനെ കൊന്നെന്നും പറഞ്ഞു. അതിന് കൂട്ടു നിന്നതാണ് ഞങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പോലീസുകാർ പറയുന്നു. അപ്പോൾ പിന്നെ കൂട്ടു നിന്നവരെയും വെറുതെ വിടാൻ പോകുന്നില്ല. നിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളെയും ജയിലിലാക്കും എന്നുള്ള കാര്യത്തിൽ കൺഫേമാണ്. പക്ഷേ നവീൻ സാറ് ഒരു വാക്ക് തന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, കോടതിയിൽ തിരിവുമറിവുകളൊക്കെ നമ്മൾ നടത്തും. പിന്നെ ഈ നവീനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ പാടാത്തതുകൊണ്ടാണ്. നല്ല വക്കീല, എങ്ങനെ ഏതെല്ലാം പൊട്ടിക്കഴിയുന്ന എവിടെ ഇടുമെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കേസുകളെല്ലാം പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചിട്ട് തന്നെയായിരിക്കും നവീൻ കോടതിയിലേക്ക് മുന്നിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ സാറേ, എന്തൊക്കെ വന്നാലും സാറെ ഞങ്ങൾ ജയിലിലേക്ക് വിടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് വേലുവും പറയണേ. എടാ എൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ 3 പേരും എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കല്യാണിയുടെ മുന്നിൽ അങ്ങനെ പിടിച്ചതൊക്കെ ഒന്നും അറിയില്ല. അപ്പോഴേക്കും വേലുവാണെങ്കിൽ അതല്ലെങ്കിലും ശരിയാണ് സാറേ. കാരണം കല്യാണി ചേച്ചിയോട് ഇനി എന്ത് പറയാനാ? അവരെന്തെങ്കിലും പറഞ്ഞോളും. അവിടെ കാദംബരിയും കാർത്തികയും ഒക്കെ ഉണ്ടല്ലോ. അവർ എന്തെങ്കിലും പറഞ്ഞ് കല്യാണിയെ ആശ്വാസപ്പെടുത്തിക്കോളും. പക്ഷേ നമുക്കിപ്പോൾ ഇനി നാളത്തെ കേസിനെ കുറിച്ചാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് ഇവർ 3 പേരെയും കോടതിയിൽ ഹാജരാക്കുക. അപ്പോൾ നവീൻ വക്കീലും CS രൂപയും പ്രകാശനും ഒക്കെ അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോടതി ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യിപ്പിക്കുക. അതിനുശേഷം വേലുവിൻ്റെ മുന്നിൽ ഒരു വക്കീൽ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ അമ്മാവനെ കൊന്നു
അമ്മാവനെ കൊന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കാണുകയും ചെയ്തു. ആ സമയത്ത് ആ ഒരു പ്രതികാരം നിങ്ങൾ ഗംഗാപ്രസാദിൻ്റെ തലയ്ക്കടിച്ച് തീർത്തതാണല്ലേ. ഇരുമ്പ് കമ്പി വെച്ച് അടിച്ചാണ് ഗംഗാപ്രസാദിനെ നിങ്ങൾ കൊന്നത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വേലു ആണെങ്കിൽ നവീൻ വക്കീലെ ഒന്ന് നോക്കുക. അപ്പം നവീൻ വക്കീലെ ഒരു കണ്ണടച്ചിങ്ങനെ കാണിക്കുക. അപ്പോഴേക്കും വേലു പറയുകയാണ്, ഇല്ല സാർ, ഞാൻ ഗംഗാപ്രസാദിൻ്റെ തലക്കിട്ട് അടിച്ചിട്ടില്ല. ഇത് കേട്ട് നമ്മുടെ CI വരെ ഞെട്ടിപ്പോവാണ്. ഗംഗാപ്രസാദിനെ തലക്കിട്ട് അടിച്ചിട്ടില്ലെന്നോ? എടോ താനേ കള്ളം പറയാൻ നിൽക്കരുത്. താനല്ലേ പറഞ്ഞത് ഗംഗാപ്രസാദിൻ്റെ തലക്കെട്ട് കമ്പി വടി വെച്ച് അടിച്ചത് താനാണെന്ന്. പിന്നെ താനെന്താ ഇല്ല എന്ന് പറയുന്നത്? ഇല്ല സാർ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് വേലു പറയാണ്. അത് ശരി, അപ്പം താനിങ്ങനെ കോടതിയിൽ വന്ന് ഈ വിധം മാറ്റി പറയണമെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഈ നിൽക്കുന്ന രണ്ട് തൻ്റെ കൂട്ടുകാരന്മാരാണോ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു സാറേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ ആരുടെയും തലക്കെട്ട് അടിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ കോടതി ഇതെല്ലാം എഴുതി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ SI ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക, ഇവരെന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കിരണിനെയും അതേപോലെ തന്നെ രതീഷിനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, എന്താടാ ഈ കിരണല്ലേ ആ ഗംഗാപ്രസാദിനെ ഇടിച്ച് ഇഞ്ചപ്പരിവമാക്കിയത്? അവൻ്റെ തലയ്ക്ക് ഇരുമ്പ് വടി വെച്ച് പരിക്കേറ്റതിന് ശേഷമാണ് അവൻ മരിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് യുവർ ഓണർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നോക്കി. ഇനി കിരണിൻ്റെ മറുപടി എന്തായിരിക്കും? ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗെയിൻ. ബൈ.